ഹായ് ഓൾ, ഇറ്റ്സ് മീ നിഹാം ബി വ്ളോഗ്സ് ഓൺ ടോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നുണ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. നുണ, പരദൂഷണം, ഈ രണ്ട് വാക്കുകൾ മതി ഈ ഒരു പേഴ്സണിൻ്റെ വ്യക്തിജീവിതത്തെയോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയോ തകർക്കാൻ. നമ്മൾ കേൾക്കാത്ത ഒരു വാക്കല്ല ഈ നുണ എന്ന് പറയുന്നതും ഈ പരദൂഷണം, അപവാദം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാനിത് പറയാൻ കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുടെ നുണ എന്ന് തോന്നുന്ന, ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നുണ എന്നാണ്, അതൊരു അപവാദം എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം അങ്ങനെ ഒരു കാര്യം ഞാൻ കേൾക്കാനിടയായി. ഒരു തവണയല്ല, അപ്പം ഇന്നലെ കേട്ടു, പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേട്ടു. അപ്പം പലരുടെയും ഈ സംസാരത്തിൽ നിന്ന് ഇങ്ങനൊരു കാര്യം താൻ അറിഞ്ഞോ എന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞോ എന്നുള്ള ഈ ഒരു സബ്ജക്റ്റ്, ഈ വ്യക്തിയെക്കുറിച്ചുള്ള സബ്ജക്റ്റ് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് താൻ അറിഞ്ഞോ, അപ്പം ഇങ്ങനെയാണ് സംഭവം നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് തോന്നുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കറക്റ്റ് ഒരു അപവാദമാണ്, കുറച്ചൊരു നുണയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളോട് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് പലരിലേക്കും പരന്ന് നമ്മളിലേക്കും എത്തും, മറ്റുള്ളവരിലേക്ക് പരന്ന് എത്തുന്നതിനാണല്ലോ ഈ പറയുന്ന നുണപ്രചരണം, അപവാദം, പരദൂഷണം എന്നൊക്കെ പറയുന്നത്. ആ ഒരു ഇത് മതി ഒരു വ്യക്തി ജീവിതത്തെ തകർക്കാനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ തകർക്കാനും ഒക്കെ ആ ഒരു പ്രചരണം മതി. സത്യം പറഞ്ഞാൽ ഈ ഒരു നുണപ്രചരണം ആരെക്കുറിച്ചാണോ പറയുന്നത്, അദ്ദേഹം ചിലപ്പം ഈ ഒരു നുണക്കഥ അല്ലെങ്കിൽ ഈ ഒരു അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഈ അപവാദം പുറത്തറിയാൻ അദ്ദേഹം അറിയാൻ സാധ്യത, പുറത്തല്ല, അദ്ദേഹം അറിയാൻ സാധ്യത ഉണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയെ കുറിച്ച് ഉള്ള കുറച്ച് കഥകൾ പുറമേ നാട്ടിലുള്ള എല്ലാവരും സംസാരിക്കും, പക്ഷെ അദ്ദേഹം മാത്രം അറിയത്തില്ല. സത്യത്തിൽ അത് സത്യമാവണമെന്നില്ല, ഈ കാര്യം ഉള്ളതാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ കേട്ട കാര്യമാണ്. അദ്ദേഹം അറിയത്തില്ല, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബക്കാർ ഇത് അറിഞ്ഞു കാണത്തില്ല. അപ്പം പലപ്പോഴായി നമ്മളിത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ തന്നെ ഈ ഒരു കാര്യം, ഈ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ അവരെ കണ്ണിൽ കണ്ടു കാണില്ല. ചിലപ്പോൾ ഇതാരാണ് ഇത് ഉണ്ടാക്കി ഇറക്കി, ഇതാരാണ് ആ സബ്ജക്റ്റ്, ആ ഒരു കഥ, റിയാലിറ്റിയിൽ അത് കണ്ടോ കണ്ടില്ലയോ എന്ന് ആർക്കും അറിയില്ല. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഈ ഒരു വ്യക്തി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ ഒരു വ്യക്തിയാണ് ആ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്, പുറമേ നിൽക്കുന്ന ഈ കഥകൾ പറയുന്ന ആൾക്കാരൊന്നും റിയാലിറ്റിയിൽ ഇത് കണ്ടു കാണാൻ സാധ്യതയില്ല. അവർ പറയുന്നതെല്ലാം സാധ്യതയുണ്ട്, ഈ പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒന്നും നമ്മുടെ കണ്ണിൽ കാണാതെ, നമ്മളുടെ കണ്ണിൽ നേരിട്ട് കാണാതെ നമ്മൾ ഒരു കാര്യവും മറ്റൊരാളോട് കൂടി ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറയരുത്. ഇപ്പം ഞാനൊരു അഭിനയ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാവും. കാരണം എന്നെ പറ്റി പുറത്ത് നാട്ടുകളിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ, പക്ഷെ എനിക്ക് യാതൊരു മൈൻഡും അല്ല, എനിക്ക് ഐ ഡോണ്ട് കെയർ, എനിക്കതിന് യാതൊരു ഇതുമില്ല. കാരണം എനിക്ക് അവരെയൊന്നും ബോധിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഇതിനെ ബൂം ചെയ്ത് വലിയൊരു കാര്യമാക്കി നാട്ടിലെല്ലാം സംസാര വിഷയമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം ഈ പറയുന്ന ആൾക്കാരെ കുറിച്ചുള്ള ഇപ്പം ഈ ഒരു സബ്ജക്റ്റ് ഒരാൾ പറയുന്നു, ഈ നുണ ഒരാൾ പറയുന്നു, ആ പറയുന്ന ആളെ കുറിച്ചുള്ള അപവാദം മറ്റ് ജനങ്ങളിലേക്ക് സംസാരിക്കപ്പെടുന്നുണ്ട്. അത് ഈ പറയുന്നവർ ചിന്തിക്കുന്നില്ല. എന്നുവെച്ചാൽ ഈ ഇപ്പം എന്നെ കുറിച്ചൊരു നുണ ഒരാൾ പറയുന്നു എന്ന് വെക്കുക, ആ പറയുന്ന ആളിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചുള്ള, അദ്ദേഹത്തെ കുറിച്ചുള്ള നുണ അയാൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ നുണ, ഈ പ്രചരണം എന്ന് പറയുന്നത് എല്ലാവരെയും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാൻ ഒരാളിനെ പറ്റി ഒരു നുണ, എൻ്റെ കണ്ണിൽ കാണാത്തൊരു സംഭവം ഞാൻ പറയത്തില്ല, നുണയായിട്ട് ഞാൻ സംസാരിക്കത്തില്ല. അപ്പം ഞാൻ ചോദിക്കും, ഒരു സാധ്യത കാണും എന്നേ പറയത്തുള്ളൂ. പക്ഷെ സാധ്യത ഉണ്ട്, അത് കറക്റ്റാണ്, അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് ഞാൻ കണ്ണിൽ കാണാതെ ഞാൻ പറയില്ല. അങ്ങനെ ഒരിക്കലും പറയരുത്. ഒരു വ്യക്തി ഒരാളെ കണ്ണിൽ ഒരു സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ അത് ഒരാളെ കുറിച്ച് ഒരു കാര്യം പ്രചരിപ്പിക്കരുത്. അത് തെറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് അങ്ങനെ നുണ പറയുമ്പോഴുള്ള എന്താണ് ഇവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ നുണകൾ കേൾക്കാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്, അവർക്കതൊരു ടൈം പാസ് ആണ്. അപ്പം അത് കേൾക്കാൻ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ചുറ്റിലും ഒരുപാട് ഓഡിയൻസ് ഉണ്ടാവും, അത് കാണാനും അവർ പറയുന്നത് കേൾക്കാനും ഒക്കെ. ഇപ്പം ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു അപവാദം പറയുന്നു എന്ന് വെക്കുക, ആ വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബവും ഇതൊന്നും യാതൊരു കാര്യവും അറിഞ്ഞു കാണത്തില്ല, ഇവർ പുറമെ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞു കാണത്തില്ല.
പക്ഷെ അവരെ അറിഞ്ഞാലുണ്ടാകുന്ന അവരുടെ ആ വേദന, ആ ഒരു മാനസികാവസ്ഥ, അത് നിങ്ങളിൽ ഒരാൾക്ക്, ഇങ്ങനെ നുണ പറയുന്ന ഒരാൾക്ക് വന്നാൽ മാത്രമേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലാക്കി നുണ പ്രചരിപ്പിക്കുന്ന ഒരു നാട്ടിൻപുറത്തെ കുറച്ച് ആൾക്കാരുണ്ട്. വെറും നാറിയ ആൾക്കാരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയ കാലം തൊട്ട് ഈ പുതിയ കാലം വരെ എനിക്ക് തോന്നുന്നു, പഴയ നൂറ്റാണ്ട് മുതൽ ഇനിയുള്ള നൂറ്റാണ്ടിലും എനിക്ക് തോന്നുന്നു ഈ ഒരു നുണപ്രചരണം അത് മനുഷ്യ സഹജമാണെന്നാണ് എനിക്കൊരു തോന്നൽ. എന്തു തന്നെ ആയാലും നിങ്ങളുടെ കണ്ണിൽ കാണുന്നത് മാത്രം വിശ്വസിക്കുക, കണ്ണിൽ കാണുന്നത് മാത്രം സംസാരിക്കുക, അല്ലാതെ ഒരാളെ കുറിച്ച് വ്യക്തിഹത്യ ചെയ്യുക, നുണ പ്രചരിപ്പിക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം അതൊരു നിങ്ങളുടെ ഒരു ക്വാളിറ്റിക്കാണ് അതൊരു നല്ലതല്ല. നിങ്ങളുടെ ലൈഫിലെ ക്വാളിറ്റിക്ക് നല്ലതല്ല. മനസ്സിലായില്ലേ? ഞാൻ ഒരാളോട് അങ്ങനെ നുണകളൊന്നും പറയാവുന്നില്ല, കള്ളത്തരമൊന്നും പറയാറില്ല. ഞാൻ ഉള്ളത് കാര്യം ഉള്ള പോലെ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ് നിങ്ങൾ എല്ലാവരും ശ്രമിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയുക. അപ്പം ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇങ്ങനൊരു വ്യക്തിയെക്കുറിച്ച് ഞാനൊരു കഥ കേട്ടു. പക്ഷെ ആ കഥ ഉള്ളതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ണി കണ്ട കാര്യമല്ല. പക്ഷെ എൻ്റെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഒന്നിലധികം പേരിലൂടെ പല ദിവസങ്ങളിലായിട്ട് ഞാൻ കേട്ട കാര്യം എൻ്റെ ചെവിയിലേക്ക് പലതവണ എത്തിപ്പെടുകയുണ്ടായി. അപ്പം ഞാൻ കേൾക്കുന്നു, പലതവണ കേൾക്കുന്നു, പക്ഷെ ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. കാരണം എൻ്റെ കണ്ണിൽ കാണുമ്പോൾ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. അല്ലാതെ ഒരാളെ പറ്റി ഒരു ഗോസിപ്പ് അടിച്ചിറക്കി 10 പേരിലൂടെ ഞാൻ ചെന്ന് പറഞ്ഞ് അങ്ങനെ നടക്കേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പം സത്യം എന്തായാലും പുറത്തു വരും. എന്നും സത്യം മാത്രം പറയാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും ഒരാളെ പറ്റി നുണയോ അപവാദ പ്രചരണങ്ങളോ പറയാതിരിക്കുക. നമ്മുടെ നാട്ടിലെ നാറിയ ആൾക്കാർ ഉണ്ടാവും, പക്ഷെ അവരോടൊപ്പം ചേരാതിരിക്കുക. കണ്ണിൽ കണ്ടത് മാത്രം വിശ്വസിക്കുക. താങ്ക് യു. സൈനിങ് ഓഫ്, നിഹാത്തി.